ഹലോ, എല്ലാവർക്കും നമസ്കാരം. പൊന്നുമാണ്. ഇപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട അവസ്ഥയാണ്. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ മെസ്സേജുകളൊക്കെ വരാറുണ്ട്. കുറച്ച് എണ്ണത്തിനൊക്കെ റിപ്ലൈ ചെയ്യും, ചിലതൊന്നും റിപ്ലൈ ചെയ്യില്ല. എങ്ങനെ ഇപ്പം എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു കിളിപോയ അവസ്ഥയിലായിരുന്നു കുറേ മാസങ്ങളോളം. അപ്പം കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടു, ചേച്ചി ഇടയ്ക്ക് വരും, പിന്നെ ഇനി തൊട്ട് വീഡിയോ റെഗുലറായിട്ട് ഉണ്ടാവും എന്ന് പറയും, പിന്നെ ഒരു മുങ്ങലാണ്, എങ്ങോട്ടാണ് ഈ മുങ്ങുന്നത് എന്നുള്ളത്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങളെ മുന്നിൽ വരിക? ഒരു കണ്ടൻറ്റ് വീഡിയോ ഒന്നും ചെയ്യാൻ എനിക്കെന്തോ മനസ്സങ്ങോട്ട് അനുവദിക്കുന്നേ ഇല്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മേ ബി ഡിപ്രഷൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാവാം. ഇപ്പം തന്നെ ഞാൻ ഈ പ്രകൃതി രമണി ചേച്ചീനെ കൂട്ടുപിടിച്ചിവിടെ ഇരിക്കാനുള്ള കാരണം തന്നെ അതാണ്. സ്റ്റുഡിയോയിലിരുന്ന് വീഡിയോ ചെയ്യാനൊന്നുള്ളൊരു മൂഡില്ല. പക്ഷേ എനിക്ക് ഇതിൽ നിന്നൊക്കെ പുറത്ത് ചാടണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ പുറകെയാണ് ഒരുപാട് എന്നെ ഫോഴ്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ വരുന്നത്. അപ്പോൾ അതിൽ ഞാൻ പറയും, ഇനി തൊട്ട് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യും. അത് അന്നത്തെ ആ ഒരു മൂഡ് പ്രകാരം ഞാനിങ്ങനെ പറയും, എന്തായാലും വീഡിയോ ചെയ്യും. അത് കഴിഞ്ഞ് ചിലപ്പം കുറച്ച് സമയം കഴിയുമ്പോഴേക്കല്ല ഞാൻ പഴയതുപോലെ തന്നെ. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്താ പറയുക, എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്ത് ഒരു വോയിസ് ഓവർ ചെയ്ത്, നിങ്ങളോട് ഞാൻ പണ്ടും പറയാറുണ്ട്, എന്തെങ്കിലും ഒരു വീഡിയോ വെറുതെ തട്ടിക്കൂട്ടി ചെയ്യാൻ എനിക്കിഷ്ടമില്ല അങ്ങനെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് അനുഭവിച്ചവർക്കറിയാം അതിൻ്റെ ആ ഒരു ആഴം എന്താണ്, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത്. ഈവൺ ഒന്ന് കുളിക്കാൻ പറ്റാതെ, രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റാതെ, ആൾക്കാരെ ഒന്നും മര്യാദയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റാതെ, ഒന്ന് സംസാരിക്കാൻ പറ്റാതെ, ഈ നോൺ സ്റ്റോപ്പായി സംസാരിക്കുന്ന എനിക്കൊന്നും സംസാരിക്കാൻ പറ്റാതെ, അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥ. ഇപ്പോൾ വാവേനെ ഒന്നും മര്യാദയ്ക്ക് നോക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വാവേനൊക്കെ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണോ ഭക്ഷണം ഉണ്ടാക്കുന്നത് അതെങ്ങനെയെങ്കിലും കഴിപ്പിക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ വാവയ്ക്കായിട്ടൊരു ഭക്ഷണം ഉണ്ടാക്കാനൊന്നും ഞാൻ മെനക്കെടാറേ ഇല്ല കേട്ടോ. അപ്പോൾ എനിക്ക് അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടേക്കോ ഒരു കുറ്റബോധമാണ്, ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. എൻ്റെ ഈ ഡിപ്രഷൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു കണക്കിന് ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാതിരിക്കുന്നതാണ് നല്ലത്. ചിലപ്പം തോന്നിപ്പോവും, പക്ഷെ നമ്മളിത് അറിഞ്ഞുകൊണ്ട് നമ്മളെ അങ്ങോട്ട് ഫോഴ്സ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനൊരു ബുദ്ധിമുട്ടുള്ളത് പോലെ. ചിലപ്പോൾ വിചാരിക്കും അത് അറിഞ്ഞുകൊണ്ടല്ലേ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഒരു കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് സോർട്ട് ചെയ്യാൻ പറ്റാണ്ട് ഒരു അവസ്ഥയിലൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കണ ഒരു സമയത്താണ് ഇവിടെ ശിശുവേട്ടൻ്റെ അച്ഛന് സുഖമില്ലാണ്ടാവുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സുഖമില്ലാതായി. ഈ അച്ഛൻ കുറച്ച് കിടപ്പിലായിരുന്ന ഒരവസ്ഥയിലും നമുക്ക് വീട്ടിലൊരു സന്തോഷമുള്ള ഒരവസ്ഥ ഇല്ല. അറിയാലോ, ഒരാൾ സുഖമില്ലാണ്ട് കിടന്നു പോയാൽ ഉണ്ടാവുന്നൊരു അച്ഛനെപ്പോഴും കരച്ചിലും വേദന, എപ്പോഴും എല്ലാ ശരീരമൊക്കെ വേദനയാവുക. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്കിങ്ങനെ ഭയങ്കര ഹാപ്പി മൂഡിലിരുന്ന് വീഡിയോ ചെയ്യാനൊന്നുള്ളൊരു ഇതില്ലായിരുന്നു. അച്ഛൻ കുറച്ച് കാലമായിട്ട് ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ലിവർ സിറോസിസ് ആയിരുന്നു, നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് ആയിരുന്നു. പിന്നെ കിടപ്പിലതിന് ശേഷം മൂക്കിലൂടെ ട്യൂബിട്ടു, യൂറിന് ട്യൂബിട്ടു. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥ. അപ്പം ലാസ്റ്റ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തത് മെയ്യിൽ നമ്മൾ ഒരു ഫാമിലി ട്രിപ്പ് പോയിരുന്നൊരു വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ഒരു ഇൻകംപ്ലീറ്റഡ് വ്ളോഗായിരുന്നു. അത് ഫാമിലിയുടെ കൂടെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു വ്ളോഗ് ചെയ്യാം. പിന്നെ എനിക്ക് തോന്നി വ്ളോഗ് വേണ്ട. അത് പാർഷ്യലി അതങ്ങ് കട്ട് ചെയ്തു. പിന്നെ ഞാൻ വീഡിയോ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, അത് ഡിലീറ്റ് ചെയ്യണ്ട, അതൊരു മെമ്മറി ആയിട്ട് അവിടെ ഇരിക്കട്ടെ വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇൻകംപ്ലീറ്റഡ് ആയാലും കുഴപ്പമില്ല, അത് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം അങ്ങനെയാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ തിരുവോണത്തിൻ്റെ അന്ന് അച്ഛൻ ഞങ്ങളെയൊക്കെ വിട്ടുപോയി, അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ പിന്നെ ഒരു 16 വരെ ഫുൾ കുടുംബങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ. 16 ചടങ്ങ് കഴിയുന്നത് വരെ. ഒന്നാമത് ശിശുവേട്ടൻ്റെ വീടെന്ന് പറയുന്നത് വീടിൻ്റെ ചുറ്റുമുള്ള അയൽവാസികൾ എന്ന് പറയുന്ന കുടുംബങ്ങൾ തന്നെയാണ്, എല്ലാവരും കുടുംബങ്ങൾ തന്നെയാണ്. അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ. ചടങ്ങുകളൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. പിന്നെ 41 വരെ ഫുള്ള് കുടുംബങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പം അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. ശിശുവേട്ടൻ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ട് നീ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത്. എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം സപ്പോർട്ടില്ലാത്ത പ്രശ്നമില്ല കേട്ടോ. കാരണം ഇടയ്ക്ക് അങ്ങനെ ഒരു കമൻറ്റ് കണ്ടു, ഇപ്പം ചേച്ചി വീട് മാറിയതുകൊണ്ടാണോ വീഡിയോ ചെയ്യാത്തത്? ഒരിക്കലും അല്ല.
വീട് മാറിയത് കൊണ്ടൊന്നല്ല വീഡിയോ ചെയ്യാത്തത്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം വാവേനെ അമ്മേൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് വന്നത്. അമ്മേനോട് നോക്കാൻ പറഞ്ഞിട്ടാണ് ഞാനിപ്പം നിങ്ങളെ മുന്നിൽ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യമില്ലായ്മയല്ല, എൻ്റെ മനസ്സില്ലായ്മ കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത്. അപ്പം അതാണ് എൻ്റെ മുന്നിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളോടൊന്ന് പറയാം എന്ന് വിചാരിച്ചു. അങ്ങനെ ആകുമ്പം നിങ്ങൾക്ക് ചിലപ്പം ഞാൻ ഇടയ്ക്കെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ ഡോക്ടറെ മാറ്റി കാണിച്ചു. എനിക്ക് കഴിഞ്ഞ കുറച്ച് കാലമായിട്ടൊരു ഡോക്ടറെ തന്നെയായിരുന്നു ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഡോക്ടറിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നൊന്നും കേൾക്കാൻ സമയമില്ല, ഒരു തിരക്ക് പിടിച്ചൊരു ഡോക്ടറാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ നമ്മൾ കാണാൻ പോകുമ്പം നമുക്ക് മെഡിസിൻ തരുന്നുണ്ട്, മെഡിസിൻ നമ്മൾ കഴിക്കുന്നുണ്ട്. പക്ഷെ ഈ സമയത്ത് നമ്മളെ കേൾക്കാൻ ഒരാളാണ് നമുക്ക് വേണ്ടതെന്ന് തോന്നിപ്പോവും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുക, നമ്മൾ ആശ്വസിപ്പിക്കുക, നീ റിക്കവർ ആവും, യു വിൽ ബി ഓക്കെ എന്ന് കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്ന ഒരു ഡോക്ടറെ മുന്നിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമുക്കും കുറച്ചൊരു ഇതുണ്ടാവും. നിങ്ങളിങ്ങനെയൊന്നും ആയില്ല, ഇതൊന്നും മാറാൻ പോകുന്നില്ല എന്ന് പറയുന്ന ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ പോയിട്ട് കാര്യമില്ല. പറയുമ്പം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറൊക്കെയാണ് ഞാൻ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിവേ, ഒരു ഡോക്ടറെ കുറ്റം പറയല്ല, എല്ലാ ഡോക്ടർമാരും എല്ലാ പേഷ്യൻസിനും സെറ്റാവില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ മെഡിസിനൊക്കെ നല്ലതായിരുന്നു, മെഡിസിനൊക്കെ എനിക്ക് എഫക്റ്റീവ് ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ മാറി കാണിച്ച ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേൾക്കാനൊരു സമയം കാണിക്കുന്നുണ്ട്. മെഡിസിനും അങ്ങനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെഡിസിൻ സ്കിപ്പാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് എൻ്റെ നിനക്ക് അഹങ്കാരം കൊണ്ടാണ്, അല്ലെങ്കിൽ നിനക്ക് ആളുള്ളത് കൊണ്ടാണ് നീ മെഡിസിനൊന്നും കഴിക്കാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ശരിയായിരിക്കാം. ശിശുപാഠനം എടുത്ത് തന്നാലേ ഞാൻ മരുന്ന് കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയുണ്ടെങ്കിലും ചിലപ്പം ഞാൻ കുറച്ച് കഴിയട്ടെ എന്നുള്ള ഒരു മനോഭാവമാണ് എനിക്ക്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എനിക്കറിയില്ല. ഞാൻ അത്രയും ആക്റ്റീവായി നിൽക്കുന്ന, അത്ര ആക്റ്റീവായി പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരാൾക്ക് ഈ ഒരു ഡിപ്രഷൻ പോലുള്ള ഒരു അസുഖം വന്നു എന്ന് എനിക്കോ എൻ്റെ ചുറ്റിലുള്ളവർക്കോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു ഫെയിലിയർ ഉണ്ടാകുമ്പം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പം വരുന്ന ഒരു അസുഖമാണ് ഡിപ്രഷൻ എന്നാണ് നമ്മളൊരു പൊതുവേ ഉള്ളൊരു ധാരണ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ വരുന്ന സംഭവം അല്ല ഈ ഡിപ്രഷൻ, അതല്ല ഡിപ്രഷൻ. ഇതൊരു മെൻ്റൽ സ്റ്റേറ്റാണ്. എന്താ അതിനെക്കുറിച്ച് കൂടുതൽ പറയാമെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ സംസാരിക്കുന്നത് എന്താണെന്നോ അല്ലെങ്കിൽ സംസാരിച്ച് നിർത്തിയത് എവിടെയാണെന്നോ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് റിക്കലക്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എനിക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇപ്പം തന്നെ ഞാൻ നിങ്ങളോട് 7-8 മിനിറ്റോളമായി സംസാരിക്കാൻ തുടങ്ങിയിട്ടേ. പക്ഷേ ഈ 8 മിനിറ്റിൽ ഞാൻ എന്താ സംസാരിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ എന്താണ് സംസാരിച്ചത്, ഇതൊക്കെ നിങ്ങളോട് സംസാരിച്ചത് ശരിയാണോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് എന്തൊക്കെയോ സംസാരിക്കണം. എൻ്റെ ഒരു മുന്നിൽ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ സംസാരിക്കുന്നത് പോലെ എൻ്റെ ചുറ്റിലുള്ള നിങ്ങളെന്ന് പറയുമ്പം എൻ്റെ ലൈഫിൽ ഒരുപാട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാരാണ് നിങ്ങളിൽ ഓരോ ആൾക്കാരും. അതിപ്പോൾ പണ്ട് മുതലേ ഉള്ള സബ്സ്ക്രൈബേഴ്സ് ആയാലും ശരി. ഇപ്പോൾ ചിലർ പറയും വ്യൂസ് കുറവാണല്ലോ. വ്യൂസ് കുറവാണെന്ന് ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം കൺസിസ്റ്റൻ്റായിട്ട് ഒരിക്കലും നോട്ടിഫിക്കേഷൻസ് പോവില്ല. നോട്ടിഫിക്കേഷൻസ് പോകാത്തിടത്തോളം കാലം നിങ്ങൾ എൻ്റെ വീഡിയോ വന്നു എന്നുള്ള അറിയില്ല. പിന്നെ എത്രത്തോളം ആൾക്കാരുണ്ട് പൊന്നു വീഡിയോ ചെയ്തോ എന്ന് നോക്കിയിരിക്കുന്ന ആൾക്കാർ, ഇടയ്ക്കിടയ്ക്ക് വന്ന് ചാനൽ തപ്പിയിരിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ എൻ്റെ വീഡിയോ കാണുന്നുള്ളൂ. അത്രയും ആൾക്കാർ എന്നിട്ടും ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്നിട്ട് ഒരു 1000-2000 പേരെങ്കിലും അത് കാണുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആ രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. മനസ്സിലായോ? അപ്പം ആദ്യമൊക്കെ എനിക്ക് വീഡിയോ വ്യൂ കുറയുമ്പം എനിക്ക് പിന്നെ വീഡിയോ ചെയ്യാനുള്ള മൂഡില്ല. അപ്പോൾ ശിശുവേട്ടനാണെങ്കിലും വീഡിയോ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ഒരു തരത്തിലുള്ള സപ്പോർട്ട് നമുക്ക് സൈഡിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് തോന്നും. അത് എൻ്റെ ഈ ഡിപ്രഷൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ദാറ്റ് മീൻസ് അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല, എന്നെ പുഷ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. ശിശുവേട്ടനൊക്കെ ആയാലും മോനായാലും. ചോട്ടു എൻ്റെ അടുത്ത് ഒരു ദിവസം ചോദിച്ചു, അമ്മ എന്നാ പഴയ അമ്മയാവാം. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഞാൻ ഇത്രയും ഭയങ്കരമായിട്ട് ഒരുപാട് ഞാൻ ചേഞ്ചായി എന്നുള്ളത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഇപ്പം എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്ന അമ്മമാരെയാണ് മക്കൾ ഇഷ്ടപ്പെടുന്നത്, അല്ലാതെ എപ്പോഴും ചടഞ്ഞുകൂടി കിടക്കുക, ഒന്നിനും ഒരു മൂഡില്ലായ്മ,
ഈവൻ എന്നെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ശിശോഭേട്ടനായാലും ചോട്ടു ആയാലും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം സർപ്രൈസ് തരുന്നു, കേക്ക് കട്ട് ചെയ്യുന്നു. ഇപ്പം ബർത്ത്ഡേ ആണെങ്കിലും സർപ്രൈസ് തരുന്നു, കേക്ക് കട്ട് ചെയ്യാൻ കൊണ്ടുപോകണു, ഇപ്പം ട്രിപ്പായിട്ട് കൊണ്ടുപോകണു. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും എൻ്റെ ഒരു മൂഡൊക്കെ ഒന്ന് മാറാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ട്രിപ്പൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെറിയൊരു യാത്രയൊക്കെ പോയി വന്നു, പക്ഷെ ഒന്നും വ്ളോഗൊന്നും ചെയ്തില്ല. അപ്പോൾ എന്നോട് വ്ളോഗ് ചെയ്യാൻ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അവരെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണോ ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ ഇനി തൊട്ട് അങ്ങോട്ട് വീഡിയോ ഞാൻ ചെയ്യാം എന്ന് ഇനി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. കാരണം എപ്പോഴും വീഡിയോയിൽ വന്ന് ഇങ്ങനെ പറയുമ്പം പിന്നെ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അങ്ങനെ പറയണ്ട. അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ എന്തൊക്കെ വീഡിയോ കണ്ടൻറ്റുകളാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം. കാരണം എനിക്കിപ്പം എൻ്റെ ബ്രെയിനൊന്നും വർക്ക് ചെയ്യാത്ത പോലെയാണ്, ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചിന്തിച്ച് കഴിയുമ്പം കൂടുതൽ സ്ട്രെസ്സാവുക ചെയ്യുന്നത്. എനിക്കെന്താ ഒന്നും കിട്ടാത്തത്, എനിക്കെന്താ ആലോചിക്കാൻ പറ്റാത്തത്, എനിക്കെന്താ ചിന്തിക്കാൻ പറ്റാത്തത് എന്നുള്ള ഒരു സ്ട്രെസ്സാണ് എനിക്ക് വരുന്നത്. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എനിക്ക് പഴയതുപോലെ ആവണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കിപ്പം വരാൻ തുടങ്ങി. അപ്പം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, ഞാൻ ഒട്ടും കോൺഷ്യസ് അല്ലാതായി. ഇപ്പം ഞാൻ രണ്ടാമത് മുട്ടയടിച്ചു. ഇപ്പം ഈവൻ എൻ്റെ സ്കിൻ കെയർ ഒന്നും ഞാൻ ചെയ്യാറില്ല, ഹെയർ കെയർ ചെയ്യാറില്ല, മര്യാദയ്ക്ക് ചെയ്യാറില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇടയ്ക്ക് വല്ലപ്പോഴും എനിക്കൊരു മൂഡ് തോന്നുന്ന സമയത്ത് ഞാൻ ചെയ്യും. അല്ലാതെ ഒരു പണ്ട് റെഗുലറായിട്ട് ചെയ്തു പോയ ആ ഒരു ലൈഫ് സ്റ്റൈൽ റൂട്ടീൻ ഒരുപാട് ചേഞ്ചായി എൻ്റെ ലൈഫ്. നേരത്തെ എഴുന്നേറ്റിരുന്ന എനിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ പറ്റാതെയായി. ഭക്ഷണം മര്യാദയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എനിക്കിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറാൻ പറ്റാതെയായി. ചില ടേസ്റ്റ്, ചില സ്മെല്ല് അതൊന്നും പറ്റാണ്ട് എന്താ ഇപ്പോൾ ഇതിനൊക്കെ പറയുക, അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥ, മനുഷ്യന്മാരുടെ ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓവർകം ചെയ്തു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ എത്ര പേർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം നമ്മളെ ചുറ്റിലുള്ള ആൾക്കാർ അവളെന്താ ഇങ്ങനെ എന്നല്ലേ വിചാരിക്കുകയുള്ളൂ. അപ്പം പുറമേ ശിശുഭേട്ടനോട് പറയും രണ്ടാമതോ മൂന്നാമതോ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ എത്രയോ മുന്നേ എടുത്തൊഴിവാക്കിയൊരു കാര്യമാണ് മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ള ആ ഒരു സംഭവം. പക്ഷെ ആ സംഭവം ഇപ്പം പിന്നെയും എന്നെ ചെറിയ രീതിയിൽ ഞാൻ ആ രീതിയിലൊക്കെ ചിന്തിച്ചു തുടങ്ങി. അത് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ, ഇപ്പം ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് ഡിപ്രഷനൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും അത് മാറാൻ. ചില ആൾക്കാർക്ക് പെട്ടെന്ന് റിക്കവറാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പെട്ടെന്ന് റിക്കവർ ആയ സമയത്താണ് ഞാൻ ടാബ്ലറ്റ് അങ്ങ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ടാബ്ലറ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിഡ്രോവൽ സിംറ്റം ഉണ്ടാവും. അപ്പോൾ അത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്കെല്ലാം കംപ്ലീറ്റ് മാറി. അങ്ങനെയല്ല. നമ്മൾ ഇപ്പോൾ ഒരു ടാബ്ലറ്റ് സ്റ്റോപ്പ് ചെയ്യാതെ ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരം അതിൻ്റെ ഡോസേജസ് കുറച്ച് കൊണ്ടുവന്ന് പതിയെ അത് വിഡ്രോ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്കായിപ്പോയി. പിന്നെ നമ്മൾ മാക്സിമം എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ നോക്കുക, അതാണ്. അപ്പം പ്രൊഡക്റ്റീവായിട്ടിരുന്ന ഞാൻ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാതായി. അപ്പം അത് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആയിക്കൂടെ, നിനക്കിങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ശിശുഭേട്ടൻ അങ്ങനെ വലിയ ഹെൽപ്പൊന്നും ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഞാൻ ചെയ്യുന്ന മെജോറിറ്റി കാര്യങ്ങളും ശിശുഭേട്ടനും കൂടി എനിക്ക് ചെയ്തു തരാറുണ്ട്. എന്നിട്ട് എനിക്ക് ഒരുപാട് സമയമുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ കിടന്നുറങ്ങുക ചെയ്യുന്നത്. ഉറങ്ങിയില്ലെങ്കിലും വെറുതെ പോയി കിടക്കുക, ചടഞ്ഞിരിക്കുക, ആരും ഫേസ് ചെയ്യാൻ ഇഷ്ടമില്ല, ടി വി കാണാൻ ഇഷ്ടമില്ല, അങ്ങനത്തെ ഒന്നും. ഇപ്പം ഞാൻ മാക്സിമം ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആൾക്കാരുമായിട്ട് അതങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ ഡാൻസ് ഇഷ്ടമില്ലാതായി, പാട്ട് കേൾക്കാൻ ഇഷ്ടമില്ലാതായി. അപ്പോൾ ഇപ്പം എൻ്റെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു രീതിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഒരു നെഗറ്റീവ് തോട്ടല്ലേ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഇപ്പം നമ്മൾ ഒരു 2 മിനിറ്റ് ആയാലും 3 മിനിറ്റ് ആയാലും ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമുക്കത് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിലല്ലേ നമുക്ക് നല്ലതായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെയായിരുന്നു എൻ്റെ കഴിഞ്ഞ കുറേ മാസങ്ങളോ വർഷങ്ങളോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെയായിരുന്നു ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം
ഇനി എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഡോക്ടറെ മാറ്റി കാണിച്ചു, മെഡിസിൻസ് കോമ്പിനേഷനൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പം അത് എനിക്ക് എന്താ പറയുന്നത്, എനിക്കത് വർക്കാവാൻ വേണ്ടി നിങ്ങളും കൂടി പ്രാർത്ഥിക്കണം. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും പുതിയ പുതിയ വീഡിയോസിൻ്റെ എന്തെങ്കിലും കണ്ടൻറ് ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് എന്നിൽ ത്രൂ നിങ്ങൾക്ക് കേൾക്കാനോ അറിയാനോ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് കാലം ഞാൻ കോലർക്ക് അയച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ വീണ്ടും അയച്ചു തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഞാൻ ആക്റ്റീവായി തുടങ്ങി എന്നാണ് ശിശുവേട്ടൻ പറയുന്നത്. അപ്പം 100% നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങൾ പ്രാർത്ഥിക്കണം എനിക്കും കൂടി വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തൊക്കെ പറഞ്ഞു എന്നോ, പറയാൻ വിചാരിച്ചതെല്ലാം പറഞ്ഞു എന്നോ ഒന്നും എനിക്കറിയില്ല. ഇതിപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം എനിക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റ ടേക്കിലങ്ങ് സംസാരിച്ച് പോയതാണ്. അപ്പോൾ അത് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിക്കുക. ഞാൻ ആദ്യം വിചാരിച്ച ലൈവിൽ വരാമെന്ന്, പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ലൈവിൽ വരുമ്പം ചിലപ്പോൾ നമുക്കിങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ കുറേ ഹായ് ഹലോ അല്ലേ അധികം വരിക. അപ്പം അത് വേണ്ട. പിന്നെ എല്ലാവർക്കും ലൈവിൽ വരുമ്പം അവർ ടൈപ്പ് ചെയ്യുന്ന പേര് വായിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടമുണ്ടാവും. അപ്പോൾ നമ്മളെ കേൾക്കാൻ ചിലപ്പോൾ മുഴുവൻ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ലൈവ് ചിലപ്പോൾ നീണ്ടുപോകും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട എന്നുള്ള രീതിയിൽ ഇവിടെ വന്നിരുന്നത്. അപ്പോൾ ഇത് നമ്മളെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇതിലൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതാ കണ്ടോ, ഫുൾ വയലാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വഴിയാണ്, വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. വഴിയിൽ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് കയറിയാലാണ് വീട് വരുന്നത്. ഗേറ്റ് ഇതാണ്, അങ്ങനെ പോയി കഴിഞ്ഞാലാണ് വീട് വരുന്നത്. അപ്പം എന്തൊക്കെയോ പറയാൻ ആഗ്രഹിച്ചത് ട്രൈപ്പോഡ് വീഴാൻ പോയി പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് സത്യസന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളെ ഓരോ കമൻറ്റും അത് എനിക്ക് അത്ര വാല്യൂ തരുന്ന കാര്യമാണ്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതൊക്കെ വായിച്ചിട്ട് ഞാൻ റിപ്ലൈ തരാം. എന്നിട്ട് നമുക്ക് പഴയ പൊന്നുമായിട്ട് എനിക്ക് തിരിച്ചിട്ട് വരണം. അത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അത് തന്നെ എനിക്ക് പിന്നെയും തന്നെയും പറയാനുള്ളൂ. ഓക്കെ, അപ്പം